അസ്സലാമു അലൈക്കും, നമസ്കാരം. ജിദ്ദയിൽ ഫാരിസ് പടപ്പറമ്പാണ്. ഇന്ന് ഞാനുള്ളത് നമ്മുടെ ജിദ്ദയുടെ ഹൃദയഭാഗമായ ബലദിലാട്ടോ. എക്സ് പ്രവാസികൾക്ക് എന്നും പുതുമയാർന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം മുമ്പ് ഞാനൊരു ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. 4-5 വർഷം മുമ്പ്, 10 വർഷം മുമ്പൊക്കെ പ്രവാസം നിർത്തിപ്പോയ ആളുകൾ, ബലദിൽ ജോലി ചെയ്തിരുന്ന ആളുകളെ കമൻറ്റ്, ബലദിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട്. ബാബു ഷെരീഫും ബാബുമക്കയും ഷോല ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ പ്രദേശങ്ങളൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടാൽ അവസാനം വരെ കാണാം. നമ്മളെ ഹിസ്റ്റോറിക്കൽ ജിദ്ദ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എക്സ് പ്രവാസികൾക്ക് മുമ്പ് ഇതിലൂടെ നടന്നു പോയതും ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തിയവരും ജോലി ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിരാവും. ആ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിവിടെ ഉള്ള പ്രവാസികൾക്ക് ഇതൊന്നും ഇപ്പോൾ അത്ര വലിയൊരു കാഴ്ചയായിട്ട് തോന്നൂല. പഴയ ആളുകൾക്ക് എന്നും ഇതൊരു അനുഭൂതിയാണ്. ഷോല ബിൽഡിങ്ങിൻ്റെ ആ സൈഡിലൂടെ ഇങ്ങനെയുണ്ട് ബാബു ഷെരീഫിക്ക് പോരുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. ഹിസ്റ്റോറിക്കൽ ജിദ്ദയിൽ ഉൾപ്പെടുത്തിയ ബിൽഡിങ്ങുകൾ കൂടി ഇതിലുണ്ട് കേട്ടോ. കുറേ ആളുകളെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ബലത് മൊത്തം പൊളിച്ചൊഴിവാക്കി എന്നൊക്കെ. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഇങ്ങനെ ഓരോ കമൻറ്റിൽ ഓരോ ആളുകൾ ചോദിച്ചിരുന്നു ബലതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്, ഏതെല്ലാം ഭാഗങ്ങൾ പൊളിച്ചു എന്നൊക്കെ. അപ്പോൾ എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ കഴിയൂല, കാരണം എനിക്ക് ബലതിനെ കുറിച്ച് വലിയൊരു അറിവില്ല. ബലതിൻ്റെ ഉള്ളിലെ ചരിത്രങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ അറിയുന്ന ആളുകൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ബലദിനെ കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകൾ ഈ ഏരിയകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കി. ഇവിടെയൊക്കെ ജോലി ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതിങ്ങനെ കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷീകരം. ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ജിദ്ദൻ്റെ ഭാഗങ്ങളാട്ടോ. വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാണ്, ക്ഷമിക്കണം. ചെറിയ വീഡിയോ ആണെങ്കിൽ ഇതൊന്നും കാണൂല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലോങ് വീഡിയോ ആക്കിയത് കേട്ടോ.